നടിയെ ആക്രമിച്ച കേസിൽ ശ്രീലക്ഷ്മിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നുവെന്ന് ഭർത്താവ്. സിം കാർഡും ഫോണും അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട സമയത്ത് തന്നെ കൈമാറിയിരുന്നു. ബസ് ഡ്രൈവറായിരുന്ന സുനിയോട് തനിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമായിരുന്നു. സംഭവ ദിവസം ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് സുനി പറഞ്ഞിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചു. പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു. അങ്ങനെയൊക്കെ ആയതാണ്. നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലാന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിന്റെ സിം കാർഡും ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുഹസിന അസു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുഹസിന, ഇപ്പോൾ ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പങ്കൊന്നുമില്ല എന്ന് കണ്ട് കൂടുതൽ ഇവരെ ഇതിലേക്ക് വലിച്ചിഴക്കാത്തതാണ്. അതുതന്നെയാണ് ഇവരുടെ ഭർത്താവിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്, അല്ലേ? അമൃത, അത് തന്നെയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി തന്നെയുള്ള അന്വേഷണത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ മൊഴി പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി സുഹൃത്തുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ സന്ദേശമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ ഭർത്താവിന്റെ പ്രതികരണമാണ് കേട്ടത്. അതിൽ നിന്നും വളരെ വ്യക്തമാണ്. അതായത് അന്വേഷണ സംഘം ശ്രീലക്ഷ്മിയെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, എന്തിനാണ് പൾസറുമായി ഈ സുനിയുമായി കോൺടാക്ട് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായൊരു വിവരശേഖരണം ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടും ഈ കേസുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളത് വ്യക്തമായതുകൊണ്ടും ആണ് ഇത്തരത്തിൽ പ്രതിപട്ടികയിലോ അതുപോലെ തന്നെ സാക്ഷിപ്പട്ടികയിലോ ഒന്നും തന്നെ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചത്. ഇക്കാര്യങ്ങൾ കോടതിക്കും ബോധ്യപ്പെട്ടത് ആണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മാത്രമല്ല, അല്പസമയം മുൻപ് കേട്ട ആ ശബ്ദ ശകലം, അതായത് ഈ ശ്രീലക്ഷ്മിയും അതുപോലെ തന്നെ സുഹൃത്തും നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖ ഉൾപ്പെടെ പോലീസ് കോടതിയെ സമർപ്പിച്ചിരുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഈ കേസിൽ അവർക്ക് പങ്കില്ല എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് ഈ വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഓരോന്നും ഈ കോടതി ചൂണ്ടിക്കാട്ടുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സുപ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് നടി ആക്രമിക്കപ്പെടുന്ന അതിന് തൊട്ട് മുൻപ് വരെയും പല തവണകളിലായി ഒരു സ്ത്രീ വിളിച്ചിരുന്നു, ശ്രീലക്ഷ്മി വിളിച്ചിരുന്നു. അത് ആ ശ്രീലക്ഷ്മിയിലേക്കുള്ള അന്വേഷണം കൃത്യമായി ഇല്ലായിരുന്നു, ചോദ്യം ചെയ്തില്ല. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ കോടതി സമക്ഷം ഹാജരാക്കിയില്ല എന്നതടക്കമുള്ള വിമർശനമായിരുന്നു കോടതി ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗം ക്ലിയർ ചെയ്ത രീതിയിലുള്ള ഒരു സംഗതി തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് മൊഴിപ്പകർപ്പിന്റെ രേഖ, അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമൃത, ശരി. മുഹസിന അസു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ദേശീയപാത